നിത്യജീവിതത്തിൽ അതിന്റെ ഘട്ടങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഅദൽ ഫറാഗി മിനൽ വുളൂഇ വൽ ഗുസ്ലി വത്തയമ്മും, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ് വുളൂഉം കുളിയും, ചില സന്ദർഭങ്ങളിലൊക്കെ തയമ്മുമും. ഇത് 3ഉം കഴിഞ്ഞ ശേഷം സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. വുളൂഇന്റെ ശേഷവും കുളിയുടെ ശേഷവും ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഉളൂർത്തിനേശൊക്കെ ചിലർ പറയും, ചിലരൊക്കെ പറയും, നമ്മളൊക്കെ പറഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ ആളുകൾ പറയും വുളൂവിന്റെ ശേഷമുള്ള ദുആ അവിടെ കെട്ടി തൂക്കണം. ആർക്കാണ് ആ ദുആ? അത് നമ്മളെ കാലശേഷം വരുന്ന ഏതോ ആളുകൾക്കാണോ? നമുക്കൊക്കെ ചൊല്ലാനുള്ളതാണ്. ആ ദുആക്കെ ചൊല്ലിയിട്ട് കിട്ടുന്ന മഹത്വങ്ങളൊന്നും ചെറുതല്ല. അതുകൊണ്ടൊക്കെയാണ് ആഖിറത്തിൽ ജയിക്കാൻ കഴിയുള്ളൂ. ആളുകളൊക്കെ കണക്കൂട്ടിയിരിക്കുന്ന 5 വക്ത് നിസ്കാരം തന്നെ ധാരാളല്ലേ. 5 വക്ത് നിസ്കാരത്തിന്റെ കഥ പറയാതിരിക്കുക നല്ലത്. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം ഒരു മുസ്ലിം. പ്രതീക്ഷയ്ക്ക് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചെന്ന ഒരു വഴിയും വിടാൻ പാടില്ല. എല്ലാ മാർഗങ്ങളും സ്വീകരിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഈ ദുആ. നമ്മളൊക്കെ ഒന്ന് കുളിച്ചില്ലേ? കുളിന്റെ ശേഷം ആരാ ദുആയിരുന്ന്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ പറ്റി, അമേരിക്കയിലുള്ള ആൾക്കാരെ പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും കുളിച്ചില്ലേ? അള്ളാഹു തന്ന തൗഫീഖ് കൊണ്ടല്ലേ കുളിച്ചത്. കുളി റൂമിന്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ അവിടെ പറയാൻ കുറച്ച് പ്രയാസമാണ് ഈ ദിക്റൊക്കെ. പുറത്തിറങ്ങിയാൽ സൗകര്യമുണ്ട്. എല്ലാവരും നല്ല മറയിലല്ലേ കുളിക്കുന്നത്, ഓപ്പൺ ആയിട്ടല്ലല്ലോ. നല്ല മറ സ്വീകരിക്കുന്ന മുണ്ടെടുത്തിട്ട് കുളിക്കണം. കുളിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ശരീരത്തിൽ നിന്ന് വെള്ളം വറ്റുന്നതിന്റെ മുമ്പ് 2 കൈകളും കണ്ണും മേൽപോട്ടിയുയർത്തി ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് ദ്വാർക്കണം. വുളൂവിന്റെ ശേഷം 3 പ്രാവശ്യം ദ്വാർക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ജമാഅത്തിലേക്ക് പോയാൽ മതി. ജമാഅത്ത് അങ്ങ് തക്ബീർ കെട്ടുമ്പോഴേക്ക് ഒറ്റ ഓട്ടമാണ്. സുബ്ഹാനല്ലാഹ്. ഈ ദിക്റും ദുആയും ഒന്നും വേണ്ട. എല്ലാ വെള്ളവും പള്ളിയുടെ ഉള്ളിലാണ് പോയി ചോരുന്നത്. കാലിൽ നിന്ന് വെള്ളം തുടച്ച് ഒഴിവാക്കാൻ പോലും നേരല്ല. ഉള്ളിൽ എല്ലാ വെള്ളങ്ങളും ചേർന്നിട്ട് പിന്നെ അവിടെ വല്ലാത്തൊരു വാസന വേറെ ഉണ്ടാകും. ധൃതിപ്പെടേണ്ട ആവശ്യമില്ല, സാവകാശം പോയാൽ മതി. ജമാഅത്ത് തീരെ കിട്ടൂല. ഈ ഒരൊറ്റ ജമാഅത്ത് മാത്രമേ ഉള്ളൂ. അത്തഹിയ്യാത്തിലെത്തിയിട്ടുണ്ട്, ഇപ്പൊ സലാം വീട്ടും എന്ന് കണ്ടാൽ വേറെ ജമാഅത്തൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ സുന്നത്തുകളിലും തൽക്കാലം നിർത്തിയിട്ട് ഫർളുകളുടെ മേൽ മാത്രം ചുരുക്കൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ നിസ്കാരം. ഈ സുന്നത്തുകളൊക്കെ നിർവഹിച്ച് അങ്ങോട്ട് പോയാൽ മതി. ഇത് ആളുകളോട് വഅദ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലുള്ള വിഷമം താരങ്ങള്. ഒരു സ്ഥലത്തും ദുആ നിസ്കാരം അങ്ങോട്ട് ഖദ് ഖാമത്തി സ്വലാ എന്ന് പറഞ്ഞ് നിസ്കാരം തക്ബീർ തുടങ്ങുമ്പോഴേക്ക് നമ്മൾ ഹൗലൻകരയെന്ന് ഒതുർത്തിങ്ങനെ ദ്വാരക്കാണെങ്കിൽ ആൾക്കാർ തോണ്ടിയിട്ട് പറയും ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ വിവരമുള്ള മഹാന്മാരാകുമ്പോൾ അംഗീകരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കിയതോടെ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുആ ഒന്നും ദ്വാരക്കാൻ പാടില്ല എന്നാ. അപ്പൊ ഒഴിവും കഴിവൊക്കെയുള്ള നേരത്ത് മാത്രം ദ്വാരന്ന് പോയാൽ മതി. വുളൂ ചുരുക്കൽ സുന്നത്തുള്ള സന്ദർഭങ്ങളുണ്ട്. വുളൂ ചുരുക്കൽ നിർബന്ധമായ സന്ദർഭങ്ങളുണ്ട്. പൂർണ്ണമായും സുന്നത്തുകളൊക്കെ എടുത്ത് വുളൂ എടുത്താൽ നിസ്കരിക്കാൻ ടൈം ഉണ്ടാകൂല എന്ന് കണ്ടാൽ വുളൂ നിർബന്ധത്തിൽ മാത്രം ചുരുക്കണം. സുന്നത്തുകളൊന്നും എടുക്കാൻ പാടില്ല. എല്ലാ സുന്നത്തുകളും എടുത്തു പോകുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ ടൈം അങ്ങ് പോകും എന്ന് കണ്ട നിർബന്ധം മാത്രം എടുക്കണം. സുന്നത്തുകളൊന്നായിട്ട് എടുക്കാനുള്ള വെള്ളമില്ല. ഒരു സ്ഥലത്ത് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. എന്നാലും നിർബന്ധം മാത്രം സ്വീകരിച്ചുകൊണ്ട് വുളൂ എടുക്കണം. അതേ സമയത്ത്
ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സുന്നത്ത് ഒഴിവാക്കി പോകുന്നത് നിർബന്ധമില്ല, സുന്നത്താണ്. ഇല്ലം യർജ ജമാഅത്തൻ നുഖ്റ, വേറെ ഒരു ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഈ ജമാഅത്ത് കഴിയാറായിട്ടുമുണ്ടെങ്കിലാണ് പറഞ്ഞത്. അത്തഹിയാത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് തുടർന്ന ജമാഅത്ത് ഇട്ടൂലേ, ഈ സുന്നത്ത് കെടുക്കാലോ. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നിയ്യത്ത് ചെയ്ത് മുന്നോട്ട് പോകണം. വുളൂഇന്റെ ശേഷമുള്ള സ്വലാത്ത് ഇത്ര വലിയ പ്രത്യേകത. കുളിയുടെ ശേഷമുള്ള സ്വലാത്ത്, തയമ്മും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശേഷവുമുണ്ട് സ്വലാത്ത്, സുന്നത്തുണ്ട്. നിത്യജീവിതത്തിൽ വരുന്ന വലിയൊരു സംഭവമാണ് സഹോദരങ്ങളെ. ഒരു ദിവസം 5 നേരം വുളു കൊടുക്കുന്നു എന്ന് കരുതിക്കോട്, ചുരുങ്ങിയത് ആ 5 നേരവും ചൊല്ലണ്ടേ സ്വലാത്ത്. വുളുവിന്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലണം. ഒരു ദിവസം കേവലം ഒരു പ്രാവശ്യം കുളിക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ട് സ്വലാത്ത്. ചിലപ്പോഴൊക്കെ 2 or 3 തവണ പലരും കുളിക്കും. എന്നാലും ഈ സ്വലാത്തിൽ സുന്നത്തുണ്ട്. ദിക്റുകൾക്ക് ശേഷം, നിയമമാക്കപ്പെട്ട ദിക്റുകൾക്ക് ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ഫറഗ അഹദുകും മിൻ തുഹരിഹി, നിങ്ങളിൽ ഒരാൾ അവന്റെ ശുചീകരണം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദിക്ർ അങ്ങനെ ചൊല്ലണം. സുമ്മലി സല്ലി അലയ്യ, പിന്നെ എനിക്ക് സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുർ റഹ്മാ, റഹ്മത്തിന്റെ കവാടങ്ങൾ അവന് തുറക്കപ്പെടും. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് അവന് ലഭിക്കും. മറ്റു റിപ്പോർട്ടിൽ റഹ്മത്ത് എന്ന് പറഞ്ഞോട്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. എന്നാ സഹോദരങ്ങളെ, ചില ഹദീസിൽ എങ്ങനെ വന്നിട്ടുണ്ട്, വുളൂഇന്റെ ശേഷം സ്വലാത്ത് ചൊല്ലാത്ത വുളൂ പൂർണ്ണമല്ല എന്ന് ഹദീസിലുണ്ട്. സ്വലാത്തല്ലാത്ത വുളൂ പൂർണ്ണമല്ല, കാരണം ആ സ്വലാത്തിൽ പെട്ടല്ലേ. വുളുവിന്റെ ശേഷം കുളിയുടെ ശേഷം കുളിയും വുളുവൊക്കെ പൂർണ്ണമാകണമെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയിട്ട് സ്വലാത്തല്ലണം, എന്നാലേ അത് പൂർണ്ണ വുളു ആകുള്ളൂ. പൂർണ്ണ വുളു എടുത്താലേ നിസ്കാരത്തിൽ കുറച്ചെങ്കിലൊക്കെ ഒരു ഖുശൂ കിട്ടുള്ളൂ. വുളുവിന്റെ കുറവ് നിസ്കാരത്തിലും കുറവാണ്, അതർക്കല്ല. വുളുവിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ, അതേ കുറവ് എവിടെ ഉണ്ടാകും? നിസ്കാരത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ കുറവ്. അതന്നെ അഊദുല്ല, ബിസ്മിയില്ല, തുടക്കത്തിലുള്ള ദിക്റുമില്ല. ആകെ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്റുള്ളത്. എന്നാ പിന്നെ അതെങ്കിലും ചൊല്ലണ്ടേ. ചില മഹാന്മാര് പഠിപ്പിച്ചത് പ്രകാരം ഓരോ അവയവങ്ങൾക്കും ദിക്ർ ചൊല്ലി ഉളു കൊടുക്കുന്ന ആൾക്കാർ ഉളു ഒന്ന് കൂട്ടി നോക്കി. അങ്ങനെ ഉളു ഉണ്ട്, ഓരോ അവയവങ്ങൾക്കും ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രബലമായി പല പണ്ഡിതന്മാരും തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള ഉളു ആണ് അവർ കണക്കാക്കിയത്. അപ്പോഴും എല്ലാ അവയവങ്ങൾക്കുമുള്ള നല്ല അർത്ഥവത്തായ ദുആയുണ്ട്. മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ചില മുഖങ്ങൾ പ്രകാശിക്കുകയും ചില മുഖങ്ങൾ കരിവാളിക്കുകയും ചെയ്യുന്ന ദിവസം എന്റെ മുഖത്തിന് നീ പ്രകാശം തരണേ അല്ലാ. വലത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി, വലത്തെ കൈയിൽ എന്റെ കിതാബ് നീ ആഖിറത്തിൽ തരണേ അല്ലാ. ഇടത്തെ കൈ കഴുകുമ്പോ അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി ബിശിമാലി, ഇടത്തെ കൈയിൽ എന്റെ കിതാബ് തരല്ലേ അല്ലാ. കാല് കഴുകുന്ന സമയത്ത് അല്ലാഹുമ്മ സബ്ബിത് ഖദമി അലസ് സിറാത്തി യൗമ തസില്ലു ഫീഹിൽ അഖ്ദാം. എല്ലാ പാദങ്ങളും പതറുന്നൊരു ദിവസമുണ്ട് സിറാത്തിന്റെ മേൽ. അവിടെ എന്റെ പാദങ്ങൾക്ക് നല്ല ഉറപ്പ് നീ തരണം. നല്ല ഉറച്ച വിശ്വാസവും കരുത്തുമുള്ള ആളുകൾക്കല്ലേ വിട്ടുകിടക്കാൻ കഴിയൂ. പല പാദങ്ങളും ഇടറിയിട്ട് തായോട്ട് പതിക്കുമ്പോ എന്റെ കാൽപാദങ്ങൾക്ക് അവിടെ നല്ല സ്ഥിരത തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ, മുഴുവൻ ദുആകളും നമ്മൾ ദുആർക്കുന്നില്ലെങ്കിൽ തുടക്കത്തിലും ഒടുക്കത്തിലും വുളു കൊടുത്ത വുളു ആണ് കാമിലായ വുളു. ഒരാള് വുളു എടുക്കുന്നു, മറ്റൊരാളെ വുളു ശ്രദ്ധിക്കുമ്പോ അയാളെ വുളുവും ഇയാളെ വുളുവും തമ്മിൽ മാറ്റമുണ്ടോ? ഉണ്ട്. ഓരോ സംഗതിയും 3 പ്രാവശ്യം ചെയ്യുന്നവരെ വുളുവിൽ തന്നെ മാറ്റമുണ്ട്. ചിലരൊക്കെ 3 പ്രാവശ്യം ചെയ്യുന്നത് 1 പ്രാവശ്യം മാത്രമേ ആകുന്നുള്ളൂ.
ഒന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോ ഫർളിന്റെ ഭാഗങ്ങൾ മുഴുവനും കംപ്ലീറ്റ് ആക്കിയെങ്കിലേ സഹോദരങ്ങളെ രണ്ടാമത്തെ തവണ ചെയ്യുന്നത് സുന്നത്തായി കൂട്ടൂ. അപ്പോഴേ മൂന്നാമത്തെ തവണയും സുന്നത്തായി കൂട്ടൂ. ഞാൻ ഇങ്ങനെ കൈ കഴുകുമ്പോ ഒന്നാമത്തെ തവണ എന്റെ കഴുകുന്ന ഭാഗങ്ങൾ ചിലത് വിട്ടുപോയി, എന്നാ രണ്ടാമത്തെ തവണ കഴുകിയപ്പോഴാണിത് പൂർത്തിയായത് എന്ന് കൂട്ടിക്കോളൂ. രണ്ടാമത്തെ തവണ കഴുകിയപ്പോഴാണ് പൂർത്തിയായത്, ഇപ്പോഴേ ഫർള് വീടിയിട്ടുള്ളൂ. ഇനി മൂന്നാമത് ഞാനങ്ങനെ കഴുകുമ്പോ എനിക്കാകെ 2 പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ, 3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം രണ്ടാമത്തെ പ്രാവശ്യം എന്ന് കണക്കാക്കുന്നത് ഫർളായ മഹല്ല് കഴുകി പൂർത്തിയാക്കിയ ശേഷമാണ്. ചിലര് 3 പ്രാവശ്യം മുഖം കഴുകുമ്പോഴാണ് അവരെ ഫർള് തന്നെ വീടുന്നത്, പിന്നെ അവർക്ക് സുന്നത്ത് വിടുന്നാണ്. ചിലര് ഒരു കോപ്പ വെള്ളം എടുത്തിട്ട് കാലെങ്ങനെ കഴുകുന്നു, 3 പ്രാവശ്യം കഴുകുന്നു. ഒരു പ്രാവശ്യം കഴുകുമ്പോ ഒരു ഭാഗം നനഞ്ഞു, മറ്റേ പ്രാവശ്യം കേൾക്കുമ്പോ മറ്റേ ഭാഗം നനഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ ഫുള്ള് നനഞ്ഞു. ഇപ്പൊ എന്തേ ആയിട്ടുള്ളൂ? ഫർള് ആയിട്ടുള്ളൂ. സുന്നത്ത് കിട്ടിയില്ല. സുന്നത്ത് കിട്ടണമെങ്കിൽ ഫർള് പൂർത്തിയാണ്ടേ? അങ്ങനല്ലേ മസല. അപ്പൊ ഇതൊക്കെ പൂർണ്ണമാക്കി എടുക്കാൻ പൂർത്തീകരണത്തിനുള്ള നല്ല ഒരു കാര്യമാണ് ഈ ദുആ. കഴിഞ്ഞ ശേഷമുള്ള ദുആ വുളൂ പൂർത്തിയാകാൻ പൂർണ്ണമായി കിട്ടാൻ ശ്രേഷ്ഠമായ ദുആയാണ്. ദ്വാരന്നിട്ടുള്ള ഒരാളെ ഉളവും ശേഷമുള്ള നിസ്കാരവും ദ്വാരക്കാതുള്ള ഉളവും നിസ്കാരവും രണ്ടും മാറ്റുണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള ഉളവും മിസ്വാക്ക് ചെയ്യാതുള്ള ഉളവും മാറ്റമില്ലേ? ഉണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള നിസ്കാരവും മിസ്വാക്ക് ചെയ്യാത്ത നിസ്കാരവും മാറ്റമുണ്ട്. റക്അത്താനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്ക്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്ത് കൈ കെട്ടുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് ഒരാൾ മിസ്വാക്ക് ചെയ്യുന്നു. മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിശ്ചിത ഭാഗത്തുകൂടെ ഒരമുള്ളൊരു സാധനം, അറാക്ക് പോലത്തെ ഒരമുള്ളൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നിയ്യത്തോടെ ഓടിക്കാന്ന് അതിന്റെ അർത്ഥം. അല്ലാതെ അതിനു വേണ്ടി 5 മിനിറ്റ് അങ്ങനെ കളയാന്നല്ല. അങ്ങനെ കുറെ കാർക്കിച്ച് തുപ്പിയെങ്കിലേ വിശ്വാക്കുള്ളൂ എന്നാണ് നമ്മളെ ധാരണ. കുറെ ഒച്ചപ്പാടുണ്ടാക്കണം, അയൽവാസികളൊക്കെ വിളിച്ചു നിർത്താനുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കണം. അങ്ങനൊന്നും വേണ്ട. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറബികൾ ചെയ്യുന്നത് കണ്ടില്ലേ? ഒന്നിങ്ങനെ വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും മിസ്വാക്കായി, ഒന്നിങ്ങനെ നാവിലേക്കൊന്നിങ്ങനെ വരച്ചാൽ മിസ്വാക്കായി. ഞാൻ ആ വരച്ചതിപ്പോ ഒന്നായിട്ട് അവിടെ മുന്നിൽ തന്നെ മുസല്ലേ തന്നെ തുപ്പണോ? മിസ്വാക്കാണെങ്കിൽ വേണ്ട. ഇതുവരെ നാവിലുള്ളതന്നെയല്ലേ പല്ലുമലുള്ളതന്നെയല്ലേ ഒന്ന് വരച്ചു കൂട്ടിയത്. അത് താഴോട്ട് ഇറക്കുന്നതിന് രോഗമൊന്നും വരാനൊന്നുമില്ല. പല്ലിലുള്ളതന്നെയല്ലേ ഇപ്പൊ വരച്ചു കൂട്ടിയത്. അതങ്ങനെ ഒരുമിച്ച് കൂട്ടി നേരത്തുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റായിരുന്നു. താഴോട്ടിറക്കി എന്ത് കേട് വരാനാ? രാവിലെ എഴുന്നേൽക്കുമ്പോ പിന്നെ ഒരു പക്ഷേ പകർച്ചയൊക്കെ ആയിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മൾ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കൊപ്പിളിച്ച് റെഡിയാക്കി വന്നിട്ടേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഉളു എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്ത ആളാണെങ്കിൽ എന്താണ് അയാളെ നാവിലുണ്ടാകുക? പല്ലിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ സാധാരണ ക്ലിയർ ആയ നീരായിരിക്കും, താഴോട്ടിറക്കുന്നതിന് കേടുമില്ല. അപ്പൊ ആ നിസ്കാരവും അല്ലാത്ത നിസ്കാരവും തമ്മിൽ 70 റക്അത്തിന്റെ മാറ്റുണ്ട്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്തും മിസ്വാക്ക് ചെയ്യാത്ത 2 റക്അത്തും തമ്മിൽ 70 റക്അത്തിന്റെ മാറ്റമുണ്ട് ഫലത്തിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മളെ ഉളൂവിന്റെ പൂർണ്ണതക്ക് ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. കുളിയുടെ പൂർണ്ണതക്ക് അതിന് ശേഷം ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. പഴയ കാലത്തെ വല്യമ്മമാരും വല്യപ്പമാരൊക്കെ ഈ ദുആ ചെയ്യാതെ ഒരൊറ്റ ഉളൂ കഴിഞ്ഞിട്ടും ഇങ്ങനെ ദ്വാരക്കാതെ ഒരു പൊരന്റെ ഉള്ളിൽ കയറൂല. പൊരന്റെ പുറത്തുനിന്ന് അന്ന് ഉളൂ കൊടുക്കുക. കിണറ്റിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട്, ഇന്ന് മോട്ടറൊന്നും ഇല്ലല്ലോ, കിണറ്റിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രം ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഉളൂ കൊടുക്കും. ഉളൂ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അവർ കുടിക്കും അല്ലേ? നമ്മളൊക്കെ വെള്ളം കുടിക്കണേ ഒരു ബുദ്ധിമുട്ടാണ്. ഉളൂവിന്റെ ശേഷിച്ച വെള്ളം വാങ്ങി കൊടുക്കാറ് നമുക്കൊന്നും ദഹിക്കണില്ല അല്ലേ? നമുക്ക് എന്താ ദഹിക്ക? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസിലുണ്ട് ആ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് കുടിക്കുമ്പോ രോഗത്തിന് ശമനുണ്ട്. രോഗം വന്നിട്ട് നമ്മളോട് കുടിക്കാൻ പറഞ്ഞാൽ എത്ര ടാങ്ക് വേണമെങ്കിലും കുടിക്കും നമ്മള്. വരുന്നതിന് മുമ്പ് ഒരു കാവലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരുക്കല്ല. നമ്മൾ ഈമാൻ ദുർബലപ്പെട്ടു പോയോ? അതിന് ശിഫയുണ്ട്. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്. അപ്പൊ ആ ശിഫക്ക് കാരണമാകുന്ന വെള്ളം കുടിച്ചതിന് ശേഷം അവരിങ്ങനെ ദ്വാരക്കും. 90 ആയാലും അവരെ എല്ലിനോ ബോഡിക്കോ ഒരു കുഴപ്പമില്ല അല്ലേ?
പഴയ കാലത്ത് 90 നിൽക്കുന്ന വല്യമ്മമാരും വല്യപ്പാരും കണ്ട് ഓർമ്മ ഉണ്ടോ? അന്നത്തെ 90 ഇന്നത്തെ 90 എടുക്കും. അവര് ഹോസ്പിറ്റലിൽ പോയത് ഇന്ന് പോയതൊന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ, വെറുതെ പറയല്ല ഞാന്. ഇന്ന് 80-86 ആയ ഒരാള് മാസത്തിൽ 2 കുറി എങ്ങനെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം. അന്ന് 86 തീരെ പോയിട്ടില്ല. ഒരു പക്ഷേ പണ്ടെന്നോ പോയൊരു ഓർമ്മ അങ്ങനെ കഥ പോലെ പറയും വല്യമ്മ. പണ്ടൊരു 35-ാമത്തെ വയസ്സിലേ കാലൊന്ന് ഒടിഞ്ഞിരുന്നു. അതൊന്ന് കെട്ടിക്കാൻ വേണ്ടി ആ വൈദ്യന്റെ അടുത്തൊന്ന് പോയി. അങ്ങനെ 1.5 മാസം കൊണ്ട് കെട്ടിച്ചിങ്ങനെ അത് മാറി. ഗുളികൊന്നുമില്ല, ചെറിയൊരിങ്ങനെ തേക്കാളൊരു മരുന്നുണ്ട്, അതന്നെ. ബോഡിക്ക് നല്ല ശിഫയിരുന്നവര് നമ്മളൊന്ന് കൂട്ടി നോക്കി, നമ്മൾ എത്ര വെള്ളം കുടിച്ചു ഉളുവിന്റെ ശേഷം? ഉളുവിൽ നിന്ന് ശേഷിച്ച വെള്ളത്തിൽ നിന്ന് അപ്പൊ അസ്പൃശ്യ തുടങ്ങൂലേ? അത് എല്ലാരും ഉളു കൊടുത്ത ഹൗലിൽ നിന്നാണ് വെള്ളം കുടിക്കണമെങ്കിൽ അതന്നെ ഈമാന്റെ കമ്മി അതാണ്. രോഗം വന്നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഉസ്താദ് കുറച്ച് വെള്ളം ആ ഹൗലിൽ നിർത്തോണ്ടിരുന്ന് പറഞ്ഞാല് ആ ഹൗല് അന്ന് തുറന്നിട്ടില്ലെങ്കിൽ ചാടിയിട്ട് മുക്കി കൊണ്ടുപോയി കൊടുക്കൂല നമ്മള്. ഉസ്താദ് പറഞ്ഞു നിങ്ങളെ നാട്ടിലെല്ലാരും ഉളു കൊടുത്ത ഹൗലിൽ നിന്ന് കുറച്ച് വെള്ളം ഇപ്പൊ കിട്ടണം. ഉസ്താദെ ഹൗലത്തെ വെള്ളം ചോദിക്കൂല. നമ്മൾ എന്ത് പറയും? ഈ രോഗം മാറണ്ടേ, ആ വെള്ളം അങ്ങോട്ട് കൊണ്ടിരുന്നു. എല്ലാരും ഉളു കൊടുത്താ വെള്ളം കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്നു. ഉസ്താദില് മന്ത്രിച്ചു. നമ്മൾ നല്ല 100% ബോധത്തോടെ കുടിക്കുന്നേ ഇത് മാറണം. ഹദീസിൽ പഠിപ്പിച്ചതിൽ ശിഫയുണ്ട്. നമുക്കത് വന്നെങ്കിലേ ബോധ്യപ്പെടാനാ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണ്ട, നേരത്തെ തന്നെ അത് കുടിച്ചാൽ എന്തൊരു സുഖമുണ്ട്, ശരീരത്തിന് എന്ത് ആരോഗ്യമുണ്ട് സഹോദരങ്ങളെ. ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് സംസം കുടിക്കാൻ മാത്രമാണോ കൽപ്പിക്കപ്പെട്ടത്? അല്ല, സംസം തലയിലൊഴിക്കലും സുന്നത്തില്ലേ ഉണ്ട്. സംസം വെള്ളം തലയിലൊഴിക്കലും സുന്നത്തുണ്ട്. അത് അന്നത്തെ കാലത്ത് ആ സൗകര്യമായിരുന്നു. കിണറ്റിലേക്ക് നോക്കലും അതേ കോരിയെടുക്കലും അവർക്ക് സുന്നത്തുണ്ട്. ഇന്ന് സംവിധാനം മാറി. ഇന്ന് കുടിക്കാനും ഒഴിക്കാനും ഇന്നും കഴിയും. കിണറിലേക്ക് നോക്കാനുള്ള സംവിധാനം ഇന്നില്ല, കോരിയെടുക്കാനുള്ള സംവിധാനമില്ല. ഇന്നൊക്കെ പൈപ്പുകളാണ്. അതിൽ നിന്ന് അങ്ങനെ ഓരോ പാത്രത്തിലും ശേഖരിച്ചു വെക്കാൻ കഴിയും. എന്നാലും അതുകൊണ്ട് ശിഫക്ക് വേണ്ടി തലയിലൊഴിക്കാനും മുഖം കഴുകാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ശിഫയുള്ള വെള്ളമാണല്ലോ മാഉ സംസം. വിശ്വസിക്കാൻ കഴിയോ? ആ സംസമിലും ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളം പാത്രത്തിലാക്കി ഉളു എടുത്തതിന്റെ ബാക്കി വെള്ളം സംസം കിണറിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ നാട്ടിലും പരിസരത്തുള്ള ആളുകൾക്ക് ബേജാറ് കൂടി. ഇത് കുടിക്കണോ കുടിക്കണ്ടേ തീരുമാനിക്കണം. ഈ ഹദീസ് കണ്ടപ്പോ അവർക്ക് ബേജാറായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളം സംസം കിണറിലേക്ക് ഒഴിച്ചു എന്ന് പറയുമ്പോഴേക്ക് ബേജാറ് തുടങ്ങി. എന്ത് ബേജാറോടാനാ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നല്ലേ സ്വഹാബത്ത് വ്യത്യസ്ത തലങ്ങളിൽ ഉളു എടുത്തത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ തങ്ങളെ കൈവിരലിലേക്ക് നോക്കുന്നു. കയ്യിന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നു. അംസാലൽ ഉയൂൻ, തടാകങ്ങളിലൂടെ വെള്ളം ഒഴുകും പോലെ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ വിരല് വെച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങൾ 1000 പേരുണ്ടെങ്കിലും ആ വെള്ളം ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് 80 പേരാണ്. മറ്റൊരു സന്ദർഭത്തിൽ 150 പേരുണ്ട്. വേറൊരു സന്ദർഭത്തിൽ 300 പേരുണ്ട്. വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അതാണല്ലോ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളം ഏതാണ്? സംസം വെള്ളത്തെക്കാളും ബഹുമാനമേതിനാണ്? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി സാബിഇൻ നബിയിൽ മുത്തബഅ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗരിച്ചു വന്ന വെള്ളത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. വിശ്വാസമില്ലാത്തവൻ പറയുന്നു അതും വേസ്റ്റാണ് എന്ന്. മുഅ്മിനീങ്ങളെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ?
ഹുദൈബിയയിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജീറാനയിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്ന് മൂടപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. അവിടെയുമുള്ള കിണറ്റിനും ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കുടിക്കുന്ന സൂക്ഷിക്കുന്ന സംസം വെള്ളത്തിനും അതുണ്ട്. അപ്പൊ വുളു എടുത്ത ശേഷിക്കുന്ന വെള്ളം കുടിക്കുന്നത് വലിയ ശിഫയാണ്. സംസം വെള്ളത്തിന് അല്ലാതെ തന്നെ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ഒന്നുകൂടി ഇരട്ടിയായി വർദ്ധിക്കുന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് കൊണ്ട് ഇങ്ങനെ മാന്തി ഉണ്ടാക്കിയത്. അവിടെയാണല്ലോ നീരുറവ പൊട്ടിയൊടുകിയത്. ശുദ്ധിയാക്കണമെന്ന് പലരും വാശി പിടിച്ചു. ആ കിണറിൽ പലതുമുണ്ടെന്ന്. പക്ഷേ ശുദ്ധിയാക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം വെള്ളം വറ്റിക്കാൻ ഏത് ഉപകരണങ്ങൾ വെച്ചിട്ടും വറ്റുന്നില്ല. അവസാനം അറബികളിൽപ്പെട്ടവർ തന്നെ പലരും പറഞ്ഞു, അല്ലാഹുവിന്റെ വെള്ളം അല്ല തന്നെ കാത്തുകൊള്ളും, നമ്മൾ എന്ത് ശ്രമിച്ചിട്ടും നടക്കൂല. മൂടപ്പെട്ടു പോയിരുന്ന കിണറാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പിന്നീട് അത് പുതുക്കി പുനരാരംഭിച്ചു. അത് കുഴിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും അത് നിലനിൽക്കുന്നു. ആ ജലാശയത്തിലുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നതിന്റെ ശേഷിപ്പുണ്ട്. വുളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം.